ഹലോ മച്ചാനെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് റെഡി ആയിട്ടോ, പല്ലൊക്കെ തേച്ച് റെഡിയായി. അപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിന്നും ഗ്ലാമറാണ് എടുത്തിട്ട് പോകുന്നത്. അതായത് അനിയൻ സ്പ്ലെൻഡറും കൊണ്ട് വർക്കിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതുകൊണ്ട് പോകും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 പേരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേർ ഓടാനൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ പോലും പോകാണ്ട് അവിടെ നിന്ന് ഗെയിം കളിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഗെയിം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗെയിമൊന്നും കളിക്കും. പിന്നെ അത് കഴിഞ്ഞ് അനിയൻ എൻ്റെ വണ്ടി ഗ്ലാമർ എടുത്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ സ്പ്ലെൻഡർ സർവീസിനായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് പിന്നെ കൂട്ടുകാരന്മാർ പിക്ക് ചെയ്യാൻ വന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ഇരിപ്പുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് കൂട്ടുകാരൻ്റെ വണ്ടിയിൽ തന്നെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനി ഫുഡ് കഴിക്കണം, ഒന്ന് കുളിച്ച് റെഡിയാകണം. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡി ആയിട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി റെഡി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഒരു മെഷീൻ നേരെയാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എടുത്ത് വെച്ച് മെഷീൻ നില വർക്കിന് പോയവിടെ വെച്ച് കംപ്ലൈൻ്റ് ആയതട്ടോ. അപ്പോൾ അത് നേരെയാക്കാൻ കൊടുക്കണം. പിന്നെ അങ്ങനെ വന്ന് വർക്ക്ഷോപ്പിൽ വീണ്ടും തിരിച്ചെത്തി. നമ്മുടെ മെഷീൻ കൊണ്ട് കടയിൽ കൊടുത്തിട്ട് വന്നാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇരിപ്പുണ്ട്, ബാക്കി 2 പേരും വന്നുകൊണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അനിയൻ്റെ വീട്ടിൽ ഒരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പിള്ളേരൊക്കെ കൂടി അങ്ങോട്ട് പോയി. ബാക്കി പിള്ളേർ കുറച്ച് പേര് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് പിന്നെ അങ്ങനെ ഫുഡ് അടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് അനിയന്മാർ സ്ഥലമില്ലാത്തതുകൊണ്ട് അവന്മാർ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് അങ്ങനെ ഇരുന്ന് കഴിച്ചു. ഇത് അവൻ്റെ വീട്ടിലാട്ടോ ഇന്ന് പൂജ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചതിന് പുറത്തിറങ്ങിയതും നമ്മുടെ അനിയന്മാരും കഴിക്കാനായിട്ട് ഇരുന്നു. ഇനി ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് സംസാരിച്ച് അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് ഫുഡ് കഴിച്ചിരുന്ന് അവരതിൻ്റെ തള്ളു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ സ്പോട്ടിലോട്ടെത്തി. പിന്നെ പിള്ളേർ ഫുള്ള് ഗെയിമായി. പിന്നെ ഒരു ഗെയിം കളിയായി. പിന്നെ ഞാനപ്പോഴേക്കും നമ്മുടെ മെഷീൻ നേരെയൊക്കെയെന്ന് പറഞ്ഞ കോൾ വന്നായിരുന്നു. പിന്നെ മെഷീൻ വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും കൂടി ചുമ്മാ കുറച്ച് നേരം തള്ളിക്കൊണ്ടിരുന്ന് കുറച്ച് തള്ളുകളൊക്കെ തള്ളി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ പോയി വീണ്ടും തിരിച്ച് ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീണ്ടും നമ്മുടെ സ്പോട്ടിലോട്ടുള്ള അപ്പോൾ പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്പോട്ടിൽ വന്നിരുന്നു. പിന്നെ നേരെ ഗ്രൗണ്ടിൽ പോയി കളി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കളി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ.